അവൻ ഇതുവരെ എന്നെ ഫോണൊന്നും വിളിച്ചില്ല. പക്ഷെ എനിക്കറിയാം എന്താ വിളിക്കാത്തതെന്ന്. അവൻ പെട്ടെന്ന് കേറി വന്ന് ഞെട്ടിക്കാനിരിക്കുക. എനിക്കവനെ അറിയാം, പണ്ടേ ഇങ്ങനെയാ. അമ്മ ഇപ്പൊ സന്തോഷായാലും ആണോ? എവിടെ അവര്? രണ്ടിനെയും മൂളിക്കൊണ്ടിരുത്തിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരെ ഓരോ സ്ഥലത്തായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇത്തവണ എന്തായാലും അവർ രക്ഷപ്പെടില്ല. നീ എപ്പോഴും ഇത് തന്നെ പറയുന്നത്, എന്നിട്ട് അവർ ഓടുകയും ചെയ്യും. ഇപ്രാവശ്യം അവർ രക്ഷപ്പെടാനുണ്ടല്ലോ. അണ്ണാ, അവർക്ക് ഇനി ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ മേളിൽ നിർത്തി ചാടിയാലേ പറ്റൂ. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ താഴേക്കാവില്ല, മുകളിലേക്കായിരിക്കും പോകുന്നത്. ആ ശരി, വാണ. വീട് മൊത്തം അഭി വരുന്നതിന്റെ സന്തോഷത്തിൽ മതിമറന്നിരിക്കുക. പക്ഷെ അവർക്കറിയില്ലല്ലോ അവരിപ്പോഴൊന്നും വരില്ല എന്ന്. ഒറ്റ ഒരുത്തി കാരണം എന്റെ മുഴുവൻ ഫാമിലിയുടെ മുമ്പിലും എന്റെ ഇമേജ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനി ഈ ഇമേജ് കാത്തു സൂക്ഷിക്കണമെങ്കിൽ എന്റെ ഏട്ടനെ എനിക്ക് ഈ വീട്ടിൽ തിരിച്ചു കൊണ്ടുവരണം. പക്ഷെ എങ്ങനെ ചെയ്യുന്നീ? തനു, എനിക്ക് ഏട്ടനെയും പ്രിയയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം, എത്രയും പെട്ടെന്ന് തന്നെ. I'll have to call him. അല്ല, എത്തിയോ രണ്ടാളും? വെൽക്കം വെൽക്കം, ഹാപ്പി ഹോളി. എന്താ വിചാരിച്ചേ? ഓടിപ്പോകാന്നോ? പെട്ടെന്ന് വീട്ടിൽ ചെന്ന് ഹോളി ആഘോഷിക്കാന്നോ? ലഡ്ഡുവും ജിലേബിയും കഴിക്കാന്നോ? എന്നിട്ട് ഞങ്ങളെ ഗോതമ്പുണ്ട തെറ്റിക്കാം അല്ലേ? ചാടിപ്പോകുന്ന ഒരു ഹോബിയാണല്ലേ നിങ്ങൾക്ക്? ഇനി ഓടാമെന്ന് വിചാരിക്കുകയേ വേണ്ട. ഇനി ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇവളെ കൊണ്ട് ഞാൻ എപ്പോഴും ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോ ശകുനം മുടക്കി വിളിച്ചോളൂ ഇവള്. നിന്റെ തലക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 100 തവണ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാൻ? അതോ ഇനി എന്റെ അടുത്ത് പ്രേമ വല്ലതും ആയോ നിനക്ക്? ഒരു കാര്യം കേൾക്ക്, ഇതിനു ശേഷം എന്നെ ഫോൺ വിളിച്ചാൽ ജീവിതത്തിൽ ഞാൻ ഫോൺ എടുക്കില്ല, കേട്ടല്ലോ? എനിക്കും നിന്നോട് സംസാരിച്ചോണ്ടിരിക്കാൻ യാതൊരു ആഗ്രഹവും. അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ വിളിക്കാം. നീ ഏട്ടനെയും അവളെയും എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ആലിയ മേഡം അറിയാൻ ഇത്ര തിടുക്കമായോ? ഒരു കുഴപ്പമില്ല, നിനക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വിതിര ജംഗ്ഷനിൽ നിന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരിക്കലും പറ്റത്തില്ല എന്റെ ചേട്ടന്. അവസാനമായിട്ട് പറയാ, പ്രിയെ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ എന്റെ ഏട്ടന് ഒന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ നിമിഷം എന്റെ ഏട്ടനെ വിട്ടയക്കണം നീ. എന്റെ പൊന്നാലിയ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ചേട്ടനെ ഞാൻ വിടുവെന്ന്? എന്നുവെച്ചാ? അല്ലേ മേഡം, ഞാൻ കള്ളം പറഞ്ഞു മടുത്തു. ഇനിയിപ്പോ ഞാൻ എന്തായാലും സത്യം പറഞ്ഞേ പറ്റൂ. അപ്പോ ആദ്യം നിന്നോട് തന്നെ അങ്ങ് പറയാം. കേൾക്കാൻ റെഡിയാണോ? ഞാൻ പ്രിയയ്ക്കൊപ്പം അഭിയെയും കൊല്ലാൻ പോവുകയാ. നീയല്ലേ മണ്ടത്തരം പറയുന്ന? പിന്നെയും പ്രിയ മാത്രമല്ല, അഭിയും എന്നെ കണ്ടില്ലേ? അവനെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഞാൻ കുടുങ്ങും. ഞാൻ അവനെ അന്നേ കൊല്ലാൻ പോയതാ. അന്ന് വക്കോല് കൂട്ടിട്ട് തീ വെച്ചപ്പോ അവനും ഉണ്ടായിരുന്നു അകത്ത്. സാഹസം കാണിച്ച് അവിടെ നിന്ന് ചാടിപ്പോയി കളഞ്ഞു. പക്ഷെ ഇത്തവണ അബദ്ധം പറ്റില്ല. എന്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ നിന്നെ വെറുതെ. ഒരുപാട് കേട്ടതാ നിന്റെ ഈ വാചകമടി. നീ ആരെടുത്ത് വീണോ പോയി എന്താന്ന് വെച്ചാൽ ചെയ്യ. എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, കേട്ടല്ലോ? നിന്റെ ചേട്ടനെ ഞാൻ ഇന്ന് തന്നെ കൊന്നിരിക്കും. പിന്നെ നിന്റെ ദൈവതുല്യനായ ചേട്ടനെ അവസാനമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോ. ഇവിടെ പാവ ഇനി കുറച്ചു നേരം കൂടിയേ ജീവിച്ചിരിക്കൂ. ഇവിടെ വാ. ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേ. ഇവിടെ ഒരാളുടെ ഫോൺ വരരുത്, കേട്ടല്ലോ? എന്നൊരു ഭ്രാന്തനാക്കി നിങ്ങൾ രണ്ടുപേരും കൂടെ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, കൊല്ലണോ കൊല്ലാതിരിക്കണോ? ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി കുറച്ചു നേരം കൂടി നീ ഞങ്ങളെ കെട്ടിയിട്ടാ പിന്നെ ശ്വാസം എടുക്കാൻ പോലും പറ്റില്ല നിനക്ക്. മരണത്തിന്റെ 10ാം നിലയിൽ നിൽക്കുവാണ്, എന്നിട്ടും എന്നെ വെല്ലുവിളിക്കുന്നുടാ നീ. തെറ്റ് നിന്റെ അല്ല, ഭൂമിയിലെ ഏറ്റവും വലിയ അഹങ്കാരിയാ നീ. ആ അഹങ്കാരത്താൽ പേടിയെന്ന വികാരമേ നിനക്കുള്ളിൽ ഇല്ലാതെയായി. പേടിയോ?
തീക്കടൽ പാഞ്ഞു വന്നിട്ട് പോലും പേടിക്കാതെ നിന്നവനാ ഞാൻ. എന്നോടാണോ പറയുന്നത്? ഞാൻ ഇപ്പോഴാ റോക്ക് സ്റ്റാറായേ. അതിനു മുമ്പ് ഞാൻ വളരെ സാധാരണ ഒരു പയ്യനായിരുന്നു. ജീവിതത്തിൽ തോറ്റുപോയെന്ന് ചിന്തിച്ചപ്പോഴേ അതിനെ പോരാടി ജയിച്ചു കയറിയവൻ. നിന്നെപ്പോലുള്ള അലവലാദികളെ ഒരുപാട് കണ്ടിട്ടുള്ളവനാ ഞാൻ. നിന്റെയൊക്കെ മനസ്സിലെ ചിന്തകളുണ്ടല്ലോ, അതെനിക്ക് നന്നായിട്ട് അറിയാം. കേട്ടോ നിങ്ങൾ? അഭി മഹർഷിക്ക് എല്ലാം അറിയാം, എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹം. മഹർഷി അഭി, ദയവായി ഞങ്ങളോട് പറയാമോ, ഞങ്ങൾ അടുത്തതായി എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? എന്റെ മനസ്സിൽ എന്താണെന്ന് പറയൂ. ഇനിയിപ്പോ നീ പ്രിയയെ പിടിക്കും, എന്നിട്ട് അവളെ താഴേക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തും. പക്ഷെ അതെന്നെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ അത് ചെയ്യാനുള്ള ധൈര്യം നിനക്ക് ഒരിക്കലും ഇല്ല. നിനക്കെന്റെ മനസ്സിലുള്ള കാര്യം എങ്ങനെ മനസ്സിലായി? നിന്റെ ഗുണ്ടകൾ എന്നെ ഈ കെട്ടിടത്തിന്റെ മുകളിൽ കൊണ്ടുവന്നപ്പോഴേ അപ്പോഴേ എനിക്ക് മനസ്സിലായ കാര്യം. പിന്നെ വേറൊരു രഹസ്യം കൂടി പറയട്ടെ കോർപ്പറേറ്റർ, ഇങ്ങ വാ. അല്ല വാന്ന്. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴിയും കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട്. പോട്ടെ, മുമ്പ് നടന്ന അടിയുടെ കയ്യടിയോ കിട്ടിയില്ല. ഇത്തവണ ഒരു ചെറിയ വിസിലെങ്കിലും തരണേ. എന്താണെന്നറിയോ, ജയിലിൽ പോകുന്നതിന് മുമ്പുള്ള നിന്റെ അവസാനത്തെ എന്റർടൈൻമെന്റ് ഇത്. കുറച്ചു കഴിയുമ്പോൾ പോലീസിന്റെ ഒരു ഹെലികോപ്റ്റർ ഈ കെട്ടിടത്തിന് മുകളിൽ വന്നിറങ്ങും. അത് കഴിഞ്ഞാലേ നനഞ്ഞ പാൻറ്റുമായിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഓടും. നിന്നെ ഞാൻ ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതാ, പക്ഷെ അത് കൊള്ളേണ്ടടുത്ത് എന്നെ വന്ന് കൊണ്ടു. പിന്നെ ഒന്ന് തിരിയെന്റെ മിസ്റ്റർ. നിന്റെയൊക്കെ പാൻറ് നനഞ്ഞൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. തനു, ആ കോർപ്പറേറ്റർ എന്നോട് പറഞ്ഞു ഏട്ടൻ അവസാനമായിട്ട് കാണണമെങ്കിൽ അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് പെട്ടെന്ന് ചെല്ലണമെന്ന്. എന്താ? അവനെന്താ വട്ട പിടിച്ചോ? തനു, അവൻ എന്റെ ഏട്ടനെ എന്തെങ്കിലും ചെയ്താലോ ഞാൻ അവനെ ജീവനോടെ വിടില്ല. അലിയ, നീ ഇമോഷണൽ ആവല്ലേ? ഇനി നീ എന്തെങ്കിലും ചെയ്താൽ അത് അഭിക്ക് ദോഷമായിട്ട് വരും. ഇല്ലില്ല, അവൻ ഏട്ടനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തനു, ഏട്ടനില്ലാതെ എനിക്ക് വേറെ ആരോ ഉള്ളത്? തനു, ഏട്ടനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തനു, എന്റെ ഏട്ടന്റെ ദേഹത്ത് കൈ വെക്കാൻ പോലും ഞാൻ അവനെ സമ്മതിക്കില്ല. ഞാൻ അവിടെ ചെന്ന് അവനെ ഞാൻ ഇല്ല അലിയ, അത് സേഫ് അല്ല. ചിലപ്പോ അഭി നിന്നെ അവിടെ കണ്ടാൽ. ഐ ഡോണ്ട് കെയർ തനു, എനിക്ക് പോയേ പറ്റൂ. ഞാൻ എന്റെ ഏട്ടനെ തിരിച്ചു കൊണ്ടുവരും. ഐ ഹാവ് ടു ഗെറ്റ് ദേർ. ഓക്കേ, ഞാൻ നിന്റെ കൂടെ വരാം. നീ എനിക്കൊപ്പം വരണ്ട. നീ ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ എന്നെ അറിയിക്കണം. ഞാൻ അവിടെ എത്തിയിട്ട് ഏട്ടനെ രക്ഷിക്കാനുള്ള പ്ലാൻ നോക്കാം. ഐ ഹാവ് ടു ലീവ്. രണ്ടുപേരെയും കാണുന്നില്ലല്ലോ അമ്മേ. ഇത്രയും സമയമായില്ലേ? ഒരറിവില്ലല്ലോ. വരും മോളെ, വരും അവർ. ട്രാഫിക് ജാമിൽ വല്ലതും കുരുങ്ങിക്കാണും. ഹോളിഡേ അല്ലേ ഇന്ന്, അവധിയല്ലേ? ട്രാഫിക് ജാം വരാൻ ഒരു കാരണവും ഇല്ല. അച്ഛമ്മേ, ഹോളിഡേ അന്ന് ട്രാഫിക് ഉണ്ടാവുമല്ലോ. എല്ലാവരും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും കാണാൻ പോവില്ലേ? അപ്പൊ എന്തായാലും ട്രാഫിക് ഉണ്ടാവും. അവിടെ പെട്ട് കാണും. എന്നാലും മോനെ, അവനൊരു ഫോണെങ്കിലും വിളിക്കണ്ടേ? ഞങ്ങൾ ലേറ്റ് ആവുമെന്ന് പറയാൻ. ഇത് വല്ലാത്ത സർപ്രൈസ് തന്നെ. അലിയ, മോളെ എവിടെ പോവാ? മോളുടെ ചേട്ടത്തിയും ചേട്ടനും വരികയല്ലേ? അച്ഛമ്മേ, അവർക്ക് വേണ്ടി ഞാനൊരു സർപ്രൈസ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് റെഡി ആയിട്ടുണ്ടോന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ പെട്ടെന്ന് എല്ലാം റെഡിയാക്കിയിട്ട് വരാം. പെട്ടെന്ന് വരണം കേട്ടോ. ഇവള് വേറെ എവിടെയോ പോകുന്നത്. ചേട്ടനും ചേച്ചി ഇപ്പൊ വരില്ലായിരുന്നെങ്കിൽ ഇവളുടെ പുറകെ പോയി ഇവളെന്താ ചെയ്യുന്നെന്ന് കണ്ടുപിടിച്ചിട്ട് വരാമായിരുന്നു. അല്ല അച്ഛമ്മേ, അവന്റെ ഫോണ് ഏത് നമ്പറിൽ നിന്ന് വന്നെന്ന് അറിയാമോ? നമ്പർ ഓർമ്മയില്ല മോനെ, പക്ഷേ എന്റെ മൊബൈലിലെ ഇൻകമിംഗ് കോളിൽ ലിസ്റ്റ് ഉണ്ടാകും. നോക്കട്ടെ ഞാൻ. ചെക്ക് ചെയ്യ അച്ഛമ്മേ പ്ലീസ്. കിട്ടി മോനെ. എന്റെ മൊബൈലിന്റെ ബാറ്ററി ലോ ആണ്. ഇതാ മോനെ. ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് ട്രൈ ചെയ്യാം. എന്റെ ഫോൺ റൂമിലായി പോയല്ലോ. ഞാൻ പോയി വേഗം എടുത്തിട്ട് വരാം. അടിപൊളി റോക്ക് സ്റ്റാർ. നീ ഭയങ്കര കളിയാ ഞങ്ങളോട് കളിച്ചേ. നീ എന്ത് വിചാരിച്ചു? ഞങ്ങൾ യഥാർത്ഥത്തിൽ പേടിച്ചു പോയെന്നോ? റോക്ക് സ്റ്റാർ, നിങ്ങൾ നല്ല പാട്ടുകാരനായിരിക്കും, പക്ഷേ ഏറ്റവും നല്ല നടൻ ഞാനാ. നടിക്കുകയായിരുന്നു ഞങ്ങൾ.
എന്തായാലും നീ എന്റെ മനസ്സ് വായിച്ചു കളഞ്ഞു. പക്ഷെ മുഴുവനായിട്ട് വായിച്ചില്ല. കാരണം ഈ സമയം എന്റെ മനസ്സിൽ എന്താണെന്ന് നിനക്കൊരിക്കലും മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഇവൾക്ക് മുന്നേ നിന്നെ ഈ ബിൽഡിങ്ങിൽ നിന്ന് താഴെ എറിഞ്ഞാലോ എന്നാ. അതിനുശേഷം നിന്റെ ഭാര്യയെ. പിന്നൊരു കാര്യം, എന്ന് നീ എന്റെ ജീവിതത്തിൽ വന്നോ? എന്റെ ജീവിതത്തിലെ രാഹുറായി നിറഞ്ഞു നിൽക്കുക നീ. ആദ്യം ഫാക്ടറിയിൽ നിന്ന് ചാടിപ്പോയി, പിന്നെ കൂനയിൽ നിന്ന് ചാടിപ്പോയി. ഇവിടെ നിന്ന് ചാടാനുള്ള പ്ലാൻ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും ആദ്യം നിന്നെ വേണം കൊല്ലാൻ. ഏയ്, ഇവനെ കൊണ്ടുപോ. വിടട്ടെ, വിടട്ടെ, ഇവനെ വിടട്ടെ. അദ്ദേഹത്തെ വെറുതെ വിടും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതല്ല ഞാൻ കാരണമല്ലേ. അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് പ്ലീസ്. കൊള്ളാം പ്രിയേച്ചി, കൊള്ളാം. നിങ്ങളുടെ ഒരു പ്രേമം 90കളിലെ സിനിമ പോലെ ഉണ്ട് ഇത്. എന്റെ ഭർത്താവ് എന്റേത് മാത്രം, പതി പരമേശ്വരൻ, പത്നി പതിവത. ഇന്നെല്ലാം ഇമോഷണം കാണാൻ പറ്റും. നമ്മൾ എന്തായാലും സിനിമയുടെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഈ മനോഹര സിനിമയിൽ ഞാനെന്ന വില്ലൻ കൂടെ ഇല്ലെങ്കിൽ എങ്ങനെ ശരിയാവും പ്രിയേച്ചി? ഓരോരോ ഇമോഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ നീ സ്വയം വലിയ ഹീറോ ആണെന്ന വിചാരം, വലിയ ഹീറോ ആണെന്ന വിചാരം നിന്റെ ഉള്ളിൽ അല്ലേ? തലകുനിക്കില്ല, മാപ്പ് പറയില്ല. വിടട്ടെ, 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 വിടട്ടെ. വലിയ ഹീറോ ഇപ്പൊ പെട്ടെന്ന് പോകുന്നു നോക്കിക്കോ. ഇപ്പൊ കരയുന്നേ. നിന്റെ പെണ്ണ് നിന്റെ ജീവന് വേണ്ടി എന്റെ മുന്നിൽ മുട്ടുകുത്തി കേണപേക്ഷിക്കുമ്പോ ചോദിക്കുന്നു അതോ ഇല്ലയോ? വിടട്ടെ ഞാൻ. പേടിച്ചുപോയി നിന്റെ ആവിയ. ഭഗവാന്റെ മുന്നിൽ നേർച്ചയിടാറില്ലേ നീ ഇവന്റെ ദീർഘായുസിന് വേണ്ടിട്ട്? ഇന്നാ നേർച്ച എനിക്കിട, എന്നിട്ട് അപേക്ഷിക്ക. എന്നാൽ ഞാൻ ഭിക്ഷയായി ഇവന്റെ ജീവൻ നിനക്ക് തന്നേക്കാം. ഭിക്ഷ ചോദിക്കേ, മുട്ടിലിരുന്ന് അപേക്ഷിക്ക. വേണ്ട പ്രിയ, പ്രിയ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇവനോട് മാപ്പ് ചോദിക്കരുത്. ഇവന് പറച്ചില് മാത്രമേ ഉള്ളൂ. എന്നെ ഇവനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവൾ മാപ്പിരക്കും, കാരണം അവൾ പാവമാ. ഒരുപാട് പാവമായാൽ തോൽവിക്ക് കാരണമാവും. അവൾ മാപ്പ് ചോദിക്കുമ്പോൾ നിന്റെ തല താഴും. അവൾ മുട്ടിൽ നിൽക്കുമ്പോൾ തോൽവി നിന്റേതാകും, ജയം എന്റേതും. നീ മരിക്കുന്നതിന് മുമ്പേ എന്റെ ജയം നീ കാണണം. എന്നാലേ ഇത്രയും രാത്രികളിൽ ഞാൻ എന്റെ ഉറക്കം കളഞ്ഞതിന്റെ ഫലം എനിക്ക് കിട്ടിയിട്ട് ആ സന്തോഷത്തിൽ ഇന്ന് എനിക്ക് ഉറങ്ങാൻ കഴിയും. മാപ്പിരക്ക് എന്നോട്. എനിക്ക് നിങ്ങൾ ഒരിക്കലും പരാജിതനായി കാണാൻ ആഗ്രഹമില്ല. പക്ഷെ നിങ്ങളുടെ ജീവൻ വെച്ച് കളിക്കാനും ആകില്ല. നിങ്ങളെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ ജീവനേക്കാൾ വലുതായി ഈ ഭൂമിയിൽ എനിക്ക് മറ്റൊന്നുമില്ല. അതിനായി ആരുടെ മുന്നിലും ഞാൻ തല കുമ്പിടാനും മുട്ടിലിരുന്ന് എത്ര വേണമെങ്കിലും മാപ്പ് അപേക്ഷിക്കാനും തയ്യാറാ. മാപ്പ് ചോദിക്കേ, മാപ്പ് ചോദിക്കാൻ. ചോദിച്ചില്ലെങ്കിൽ ഇപ്പൊ വിടും ഞാൻ. ഭിക്ഷ ചോദിക്കും എന്റെ ജീവന് വേണ്ടി. ചോദിക്കാൻ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ മാപ്പ് ചോദിക്കാം. പ്ലീസ് അദ്ദേഹത്തെ വെറുതെ വിടൂ. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പ്ലീസ് അദ്ദേഹത്തെ വെറുതെ വിടൂ. ഐ ആം സോറി. ഞാൻ മാപ്പ് ചോദിക്കുന്നു. പ്ലീസ് പ്ലീസ് അദ്ദേഹത്തെ വെറുതെ വിടൂ. എനിക്ക് വയ്യ പ്രിയേച്ചി, എനിക്ക് വയ്യ. എത്ര മനോഹരമായിട്ട്. എന്താടാ? അണ്ണനെ കാണാൻ ഒരാൾ വന്നു. ഇതെന്താ ഓഫീസാണോ എന്നെ കാണാൻ വരാൻ വേണ്ടി? ആരാ വന്നത്? അണ്ണ ഒന്ന് നേരിട്ട് ചെല്ല്. കണ്ടില്ലേ ഞാൻ എന്ത് പ്രധാനപ്പെട്ട ജോലി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്? പോകാൻ പറ, ആരായാലും പോകാൻ പറ. അണ്ണാ, അവരെ കാണേണ്ടത് അത്യാവശ്യമാണ്. ഏയ്,
ഈ രണ്ടിനെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ ഉടനെ വരാം. വാ. ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. പ്രിയ ഇതുവരെ എന്റെ മുന്നിൽ പോലും തല ഒളിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് വേണ്ടി അവളെ വൃത്തികെട്ടവന്റെ മുന്നിൽ മാപ്പിരക്കാൻ തയ്യാറായി. ഹലോ ഹലോ, അഭി എവിടെയാ? ഏതബിയെ നിങ്ങൾക്ക് വേണ്ടേ? ഞാൻ ചോദിച്ചത് റോക്സ്റ്റാർ അഭിയാ. ഇന്നലെ രാത്രി അവൻ നിങ്ങളുടെ ഫോണിൽ നിന്ന് വിളിച്ചിരുന്നു. പ്ലീസ് അവൻ എവിടെയാണെന്നൊന്ന് പറയാമോ? അബിയോ? ഓക്കെ. അയാള് ഇന്ന് രാവിലെ എൻ്റെ കൂടെ ചായക്കടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങള് ഒരുമിച്ച് ഹോളി ആഘോഷിച്ചു. നല്ല രസമായിരുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലായില്ല, ഇത്രയും നല്ലൊരു മനുഷ്യന് ശത്രുക്കളുണ്ടാവോ? എന്താ പറഞ്ഞു? എന്നുവെച്ചാ നമ്മൾ ഹോളി ആഘോഷിക്കായിരുന്നു. ആ സമയത്ത് കുറെ ഗുണ്ടകള് തോക്കുമായിട്ടൊക്കെ വന്നു. അബിയും അയാളുടെ വൈഫിനെ അന്വേഷിച്ചു. പിന്നെന്തുണ്ടായി? അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അബിയും അയാളുടെ വൈഫും കാടിനുള്ളിലേക്ക് ഓടി. അതിന് പിന്നാലെ ഗുണ്ടകൾ ഓടി. എനിക്ക് തോന്നുന്നു ചിലപ്പോ അവര് അബിയെ പിടിച്ചു കാണുമെന്നാ. ചേട്ടന്റെ കടയുടെ നമ്പറും അഡ്രസ്സും ഒന്ന് തരാമോ പ്ലീസ്? ഞാൻ അങ്ങോട്ട് വരാം. എഴുതിക്കോളൂ. ഒരു സെക്കൻഡ്. പറഞ്ഞോളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഇനി എന്ത് ചെയ്യും? ഫാമിലി മുഴുവൻ അവർക്ക് വേണ്ടി കാത്തിരിക്കുക. അവരോട് ഞാൻ എന്താ പറയാ? കമ്മീഷണർ ഒന്ന് വിളിച്ചു നോക്കാം. അയ്യോ, ഇതാരാ വന്നിരിക്കുന്നത്? ആലിയ ചേച്ചിയോ? ഒടുവിൽ നീ വന്നു അല്ലേ? എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തായാലും നീ വരുമെന്ന്. നിന്നെ കണ്ടപ്പോ എനിക്കൊരു കവിത ഓർമ്മ വന്നു. ചൊല്ലട്ടെ ഞാൻ. എല്ലാം മായയാണ്. ഇതെല്ലാം ആ ദൈവത്തിന്റെ ലീലകളാണ്. ഭഗവാൻ തൂണിലുമുണ്ട്, ചിലപ്പോ ബിൽഡിങ്ങിന് മുകളിലും. വാ 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 വാ. ഞാനൊരു മഹാകവി തന്നെ അല്ലേ? ഒടുവിൽ ചേട്ടനോടുള്ള സ്നേഹം അനിയത്തി ഇവിടെ വരെ എത്തിച്ചു. അവസാനമായിട്ട് കാണാൻ വന്നതാണല്ലേ ദൈവതുല്യനായ നിന്റെ ചേട്ടനെ? അവസാനമായി നിന്നെ കാണാൻ വന്നതാണ് ഞാൻ. ഇതും കൂടി മനസ്സിലാക്കിക്കോ. നിനക്ക് ലാസ്റ്റ് വാർണിംഗ് തരാൻ വന്നതാണ് ഞാൻ. എന്റെ ഏട്ടനെ വെറുതെ വിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ തീർത്ത് കളയും. എന്നെ തീർക്കാൻ മാത്രം നീ ആയോടി? ഏതെങ്കിലും സിനിമ കണ്ടിട്ട് വന്നതായിരിക്കും അല്ലേ എന്നെ തീർക്കും പോലും? പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ ആലിയ മേഡം, നിങ്ങളുടെ കുടുംബം മുഴുവൻ മണ്ടന്മാരുടെയും മണ്ടികളുടെ ഒരു പാക്കേജ് ആണോ? അതോ ചേട്ടനും അനിയത്തിയും മണ്ടത്തരത്തിന് സ്പെഷ്യൽ കോഴ്സ് വല്ലതും ചെയ്തിട്ടുണ്ടോ? നീ എന്താ വിചാരിച്ചേ? നീ ഇവിടെ വന്നത് നിന്റെ തന്നെ ആഗ്രഹപ്രകാരമാണെന്നോ? അല്ല ആലിയ മേഡം, നീ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതുപോലെ വന്നു. അപ്പൊ പിന്നെ വന്ന സ്ഥിതിക്ക് പണി തുടങ്ങിക്കളയാം. ആദ്യം തന്നെ നിന്റെ മുന്നിൽ വെച്ച് നിന്റെ ചേട്ടനെയും ചേട്ടത്തിയും ഇല്ലാതെയാക്കും. എങ്ങനെ കൊല്ലുമെന്നറിയാമോ? ആളുകൾക്ക് തോന്നും ഇതൊരു ആക്സിഡന്റ് ആണെന്ന്. പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നിന്നെയും കൊല്ലും. എന്ത് ചെയ്യാനാ ആലിയ മാഡം? നിർബന്ധിതനാണ് ഞാൻ. ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ തലവേദന അത് നീയാ. അപ്പൊ പിന്നെ നിന്നെ കൊന്നല്ലേ പറ്റൂ. കാരണം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നീ കാരണമാ. അതുകൊണ്ട് ഇത് ഫാമിലി റീയൂണിയൻ അല്ല, ഫാമിലി ഫെയർവെല്ല. ഇവിടെ ചേട്ടനും അനിയത്തിയും ചേട്ടത്തിയും ഒക്കെ അവസാനമായി കണ്ടുപിടുന്നു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എനിക്കറിയാം തനുവും മൈഥിലിയും ഇനി ബാക്കിയുണ്ടെന്ന്. പക്ഷെ അത് പ്രശ്നമല്ല ആലിയേച്ചി. മൈഥിലിയെ ഞാൻ പൈസ കൊടുത്തൊതുക്കും. പക്ഷെ തനുവാ തുറന്നാൽ അവളെയും ഞാൻ കൊന്ന് നീ പോയ അതേ വഴിയിൽ നിന്റെ അടുത്തെത്തിക്കും. മുകളിൽ ടോപ്പ് ഫ്ലോർ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. അഥവാ നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ പ്ലാൻ പൂർത്തിയാകില്ലായിരുന്നു. ഒരു മാൻപേട സിംഹത്തിന്റെ മടയിൽ വന്ന് കയറിയാൽ അതിന് പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല. സീരിയസ്ലി? അറിയാമോ, ഒരാൾ സ്വയം സിംഹ എന്ന് വിചാരിച്ച പിന്നെ അവനെ നീരജ് കഴുത എന്ന് പറയേണ്ടി വരും. നീ എന്താ വിചാരിച്ചേ? ഞാൻ ഒരു പ്ലാനും ഇല്ലാതെ നിന്റെ ഈ സോ കോൾ ട്രാപ്പിൽ വന്ന് വളരെ ഈസി ആയിട്ട് പെടുവെന്നോ? അറിയൂ, നിന്നെ പോലുള്ള ആളുകളുടെ മുഖം കാണുമ്പോഴേ അവരുടെ മനസ്സിൽ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. നീ ചിലപ്പോ പ്രതീക്ഷ കാണില്ല, പക്ഷെ 6 പേര് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് എന്റെ ഫോൺ കോളിനായി. എന്റെ കോള് 10 മിനിറ്റിനുള്ളിൽ ചെന്നില്ലെങ്കിൽ അറിയോ അവരെവിടെയാ നിൽക്കുന്നതെന്ന്? നിനക്കെങ്ങനെ അറിയാനാ? ഞാൻ തന്നെ പറയാം.
ഈ നിമിഷം അവര് പോലീസ് സ്റ്റേഷന്റെ പുറത്ത് നിൽക്കുകയാണ് മിസ്റ്റർ നീരജ് മാധവ്. ഇനി അഥവാ എന്റെ ഫോൺ കോൾ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവര് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറും. പിന്നെ നീ ജയിലിനകത്തും. അവിടെ എവിടെയൊക്കെ എന്തിനാ നോക്കുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. നീ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതല്ലാതെ എന്തെല്ലാം ഫ്രോഡ് പണികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് മണി, പിന്നെ മറ്റേ ഇല്ലീഗൽ പ്രോജക്റ്റ് ഉണ്ടല്ലോ, എല്ലാവരെയും വെട്ടിച്ച് ചെയ്ത ആ പ്രോജക്റ്റ്, അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ആ ബാങ്ക് സ്കാം. ഓ മൈ ഗോഡ്, ഞാനത് മറന്നേ പോയി. ബാങ്കിൽ നീ ചെയ്ത ആ തട്ടിപ്പിന്റെ കാര്യം. ഓ, എത്ര വലിയ കാര്യങ്ങളാ നീ ചെയ്യുന്നേ. മറന്നുപോയ നമുക്കിടയിൽ എന്തെല്ലാം സംസാരങ്ങളാ നടന്നേ. അതിലൊരു റെക്കോർഡിംഗിൽ നീ ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞല്ലോ. എന്താ അത്? ഏയ്, നിന്റെ ഏട്ടൻ മരിച്ചേ പറ്റൂ, ഫിലിം സ്റ്റൈൽ ഡയലോഗ്. അങ്ങനെ എന്തോ പറഞ്ഞില്ലേ നീ? ഇല്ലേ? പിന്നെ എന്നെ ഫോൺ വിളിച്ച് പലപ്പോഴും ഭീഷണിപ്പെടുത്തിയില്ലേ? ആ റെക്കോർഡിംഗ് എന്റെ കയ്യിലുണ്ട്. ഇൻഫാക്ട് ആ റെക്കോർഡിംഗ് അവരുടെ കയ്യിലും ഇരിപ്പുണ്ട്. എന്തു പറയുന്നു? ഓ ഗോഡ്, നിന്നോട് സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. ഓൾറെഡി 5 minutes കഴിഞ്ഞു. ഈ 5 minutiനുള്ളിൽ ഞാൻ അവരെ ഫോൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലില്ലേ മിസ്റ്റർ നീരജ്? പക്ഷെ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. നിനക്കാദ്യം എന്നെ കൊല്ലണം, ഏട്ടനെ കൊല്ലണം, പിന്നെ പ്രിയയും കൊല്ലണ്ടേ? നിന്റെ ജോലി ഞാൻ തന്നെ ഇപ്പൊ എളുപ്പമാക്കി തരാം. വാ, ഇങ്ങോട്ട് വാ. നിന്റെ ആൾക്കാരോട് പറ എന്നെ തള്ളിയിട്ട് കൊല്ലാൻ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചാടിച്ചാവാ. നീ നിന്റെ ആൾക്കാരെ വിളിക്ക്. ഇതല്ലേ നിന്റെ ആവശ്യം? എന്നെ കൊല്ല്. ഇതല്ലേ നിനക്ക് ആവശ്യം? ചെയ്യുന്ന ഈ ശബ്ദം, ഇത് ആലിയുടെ ശബ്ദമല്ലേ? അവളിവിടെ എന്താ ചെയ്യുന്നേ? എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും.